ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറയുന്ന ക്രിപ്റ്റോ മാർക്കറ്റ് അനാലിസിസിൻ്റെ അകത്ത് മാർക്കറ്റ് നല്ല രീതിയിൽ ഹൈ എന്ന രീതിയിലോട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ആദ്യം EOS എന്ന് പറയുന്ന പ്രോജക്റ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. EOS എന്ന് പറയുന്ന പ്രോജക്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീണ്ടും ഡൗൺ ആയ ടൈം 0.55 അതുപോലെ തന്നെ 0.50 നിങ്ങൾക്ക് വീണ്ടും ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്നൊരു മാർക്കറ്റ് വേരിയേഷൻ വന്നിട്ടുണ്ട്. ഏകദേശം 0.75 വരെ നമ്മുടെ EOS വന്നിട്ടുണ്ട്. ലോങ് ടൈം താല്പര്യമുള്ളവർ മാത്രം കൂടുതൽ ഫോക്കസ് ചെയ്യുക EOS എന്ന് പറഞ്ഞ പ്രോജക്റ്റ്. അതുപോലെ തന്നെ വെർജിൻ്റെ അകത്ത് വലിയ രീതിയിൽ വേരിയേഷൻ വന്നിട്ടുണ്ടോ എന്നിട്ട് ഞാൻ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോങ് ടൈം താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാമെന്ന്. നമുക്ക് ബിറ്റ്കോയിൻ്റെ പ്രൈസിൽ നിന്ന് തന്നെ വീണ്ടും പോകാം. ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഉണ്ട് ഏകദേശം പെട്ടെന്നൊരു മാർക്കറ്റ് പമ്പെന്ന രീതിയിൽ മാർക്കറ്റ് വേരിയേഷൻ വന്നിട്ടുണ്ട്. 1,50,000 നിന്നും പെട്ടെന്ന് ഒരു 5,000 USD വേരിയേഷൻ വന്നിട്ടുണ്ട്. 1,10,000 USD വരെ പോയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞു നിർത്തിയത് ഗോൾഡിൻ്റെ പ്രൈസ് ഹൈ ട്രെൻഡിലാണ്. അപ് ട്രെൻഡിലാണെങ്കിൽ ഉറപ്പായിട്ടും ബിറ്റ്കോയിൻ്റെ പ്രൈസ് പുതിയ ഹൈ നോക്കി വീണ്ടും പോകുന്നതായിരിക്കും. അതനുസരിച്ച് ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസും പോകുന്നതായിരിക്കും. നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഏകദേശം ഞാൻ അന്ന് പറഞ്ഞ ആവറേജ് ഹൈ ട്രെൻഡിൻ്റെ അകത്ത് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അതുകൊണ്ട് ഉറപ്പായിട്ടും ബിറ്റ്കോയിൻ്റെ പ്രൈസ് പുതിയ ഹൈയിലോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അങ്ങനെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസും അതനുസരിച്ച് ഹൈ ആകുന്നതായിരിക്കും. എതീരിയത്തിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2,000 USD എതീരിയം വന്ന ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ലോങ് ടൈം എന്ന രീതിയിൽ വേണമെങ്കിൽ 200 അല്ലെങ്കിൽ 300 USDക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചായിട്ട് എതീരിയത്തിൽ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 1,500 USD വന്ന ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ 1,000 USD വരികയാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ലോങ് ടൈം എന്ന രീതി വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എതീരിയത്തിൻ്റെ പ്രൈസ് ഏകദേശം ഇപ്പോൾ ഏറ്റവും ടോപ്പ് എന്ന രീതിയിലോട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. 2,800 USD ആയിട്ടുണ്ട്. ടെലിഗ്രാം ചാനലിൻ്റെ അകത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എതീരിയം എത്ര വരെ പോകാമെന്ന് പലരും കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 20,000 USD വരെ വേണമെങ്കിൽ എതീരിയത്തിൻ്റെ പ്രൈസ് വേണമെങ്കിൽ പോകാം എന്ന് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ലോങ് ടൈം എന്ന രീതി എതീരിയം വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഈ ഒരു പ്രൈസിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് ആണ്. കാരണം മാർക്കറ്റ് ക്രാഷ് ആയാൽ വീണ്ടും ഏകദേശം 1,500 USD എതീരിയത്തിൻ്റെ പ്രൈസ് പോകുന്നതായിരിക്കും. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത് സൊളാനയുടെ പ്രൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ 9 USD ലോങ് ടൈമിന് വേണ്ടി പറഞ്ഞതാണ്. അതിനുശേഷം മാർക്കറ്റ് ഏകദേശം നമുക്ക് നല്ല രീതിയിൽ റിട്ടേൺ വന്ന ടൈം വീണ്ടും ഡൗൺ ആയ ടൈം 100 USD എത്തിയ ടൈം പലർക്കും ഒരു കൺഫ്യൂഷനാണ്. വീണ്ടും വന്നിട്ട് ബൈ ചെയ്യാമോ? ഞാൻ റിസ്ക് എടുത്തിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വീണ്ടും ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം 1,000 USD വരെ ഞാൻ സൊളാന മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പം പലർക്കും ഒരു ഡൗട്ടാണ്. ഏകദേശം 8 USD 9 USD ഒക്കെ ഉണ്ടായിരുന്ന ടൈം അത്രയും പോകുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ സൊളാന എന്ന് പറഞ്ഞാൽ നമുക്ക് പലർക്കും നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് കിട്ടി. ഏകദേശം ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഡൗൺ എന്ന രീതി വീണ്ടും 105 100 വന്നപ്പം വീണ്ടും ഞാൻ ബൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ബൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ വീണ്ടും വെയിറ്റ് ചെയ്യുക, ലോങ് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതുമാത്രമല്ല സൊളാനയ്ക്കകത്ത് സ്കാൽപ്പ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സ്കാൽപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും സൊളാനയ്ക്കകത്ത് ഉണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓളിയം നല്ല രീതിയിൽ വേരിയേഷൻ വന്നിട്ടുണ്ട്. ഇനി BNBക്കകത്തും ഓളിയം നല്ല രീതിയിൽ വേരിയേഷൻ വന്നിട്ടുണ്ട്. BNBക്കകത്തും അതുപോലെ തന്നെ നമ്മുടെ എതീരിയത്തിൻ്റെ അകത്ത് ഓളിയം നല്ല രീതിയുണ്ട്. അതുകൊണ്ട് സ്കാൽപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ സ്കാൽപ്പ് ചെയ്യുക. പിന്നെ ഷിബ ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ 1,200 1000 അവസാനത്തെ ഡിജിറ്റ് മാത്രമാണ് പറയുന്നത് USDT മാർക്കറ്റിൽ. ലോങ് ടൈം എന്ന രീതിയിൽ താല്പര്യം ഉണ്ടെങ്കിൽ വീണ്ടും വന്നിട്ട് വേണമെങ്കിൽ ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി യുനിസാപ്പ് കേട്ടോ, യുനി ടോക്കണും എതീരിയം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എതീരിയത്തിൻ്റെ പ്രൈസ് നല്ല രീതിയിൽ പമ്പാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും യുനിസാപ്പിൻ്റെ യുനി ടോക്കണും ഹൈ ആകുമെന്ന് പലതവണ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് ഒരു 4 വീഡിയോയ്ക്കകത്ത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കറക്റ്റായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. എതീരിയത്തിൻ്റെ ആ ഒരു പുള്ളനുസരിച്ച് മാർക്കറ്റ് ഏറ്റവും നല്ല രീതിയിൽ തന്നെ യുനി ഏകദേശം ഹൈയിലോട്ട് പോയിട്ടുണ്ട്. 6 USD പെട്ടെന്ന് തന്നെ ഏകദേശം 8.5 USD അടുപ്പിച്ച് നമ്മുടെ യുനി ടോക്കൺ പോയിട്ടുണ്ട്. യുനിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലോങ് ടൈം എന്ന രീതിയിൽ നിങ്ങൾക്ക് ഇനി എതീരിയം ബൈ ചെയ്യാൻ താല്പര്യമില്ല, പക്ഷേ എതീരിയം ഹൈ ആകും എന്നുള്ളൊരു ഹോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ യുനിസാപ്പിൻ്റെ യുനി ടോക്കണിൽ വേണമെങ്കിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ എതീരിയം ക്ലാസിക്കിൽ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് മുമ്പുള്ള വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം യുനിസാപ്പിൻ്റെ യുനി ടോക്കൺ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി അയോട്ട എന്ന് പറഞ്ഞാൽ പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. 0.15 0.20 നിങ്ങൾക്ക് ലോങ് ടൈം താല്പര്യം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇത്രയും മാത്രമാണ് ഇന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ സ്വിയെ കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൊളാന ഓക്കെ, സൊളാന മിസ്സാക്കിയവർ 8 9 USD 10 USD ഞാൻ ബൈ പറഞ്ഞ് മിസ്സാക്കിയവർ ഈ ഒരു പ്രോജക്റ്റ് സ്വിയ എന്ന് പറയുന്ന പ്രോജക്റ്റ് താല്പര്യം ഉണ്ടെങ്കിൽ
നിങ്ങൾ വേണമെങ്കിൽ ബൈ ചെയ്ത് വെക്കുക. ഏകദേശം $3 മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, സുയി എന്ന് പറയുന്ന പ്രോജക്റ്റ് എന്ന് പറയുന്നത് അവരുടെ എക്കോസിസ്റ്റം ഇതേ ഒരു രീതിയിലാണ് മാനേജ് ചെയ്ത് പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ സൊളാനയേക്കാളും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് നല്ല പ്രോജക്റ്റ് ആണെന്നിട്ടുണ്ടെങ്കിൽ നല്ല പ്രോജക്റ്റാണ്. താല്പര്യമുള്ളവർക്ക് ഒരു 10 അല്ലെങ്കിൽ 20 കോയിനൊക്കെ വേണമെങ്കിൽ വന്ന് മേടിക്കാവുന്നതാണ്. ഇപ്പോഴത്തെ പ്രൈസ് വെച്ചിട്ട് 10 കോയിന് $35 ആവും. നിങ്ങൾ ലോങ് ടൈം എന്ന രീതിയിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുക. ഇനി HTX ടോക്കണൊക്കെ പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. HTX ടോക്കൺ, ASD ടോക്കൺ, ഗേറ്റ് ടോക്കണൊക്കെ ഏകദേശം $18 ആണ്. $3.5 $2.5 ഒക്കെ ഗേറ്റ് ടോക്കൺ ബൈ പറഞ്ഞതാണ്. ഏകദേശം നല്ല രീതിയിൽ തന്നെ പലർക്കും പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത് നമ്മുടെ അല്ലാതെ കുറച്ച് പ്രോജക്റ്റ് വലിയ പ്രൈസ് വേരിയേഷൻ ഒന്നും വന്നിട്ടില്ല. പക്ഷേ ആർബിട്രം കുറച്ചൊന്ന് പെർഫോം ചെയ്തിട്ടുണ്ട്. 0.40 ആണ് നിൽക്കുന്നത്. ഫാൻറ്റം ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഫാൻറ്റം വീണ്ടും വന്നിട്ട് ബൈ ചെയ്യാവുന്നതാണ്. 0.35 ഏകദേശം വലിയ വേരിയേഷൻ വന്നിട്ടില്ല, എങ്കിലും കുറച്ച് മാത്രമാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ലോങ് ടൈം വേണ്ടി മാത്രം ഹോൾഡ് ചെയ്യുക. ലോങ് ടൈം ഹോൾഡ് ചെയ്യുന്നവർക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രോഫിറ്റ് വരുന്നത്. അതുകൊണ്ട് അത്രയും ക്ഷമയോടുകൂടി ബെസ്റ്റ് ബൈ പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് പ്രോജക്റ്റ് നല്ല രീതിയിൽ ലോങ് ടൈമിന് വേണ്ടി ഹോൾഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇത്രമാത്രം ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയാനുള്ളൂ. ഇനി അല്ലാതെ ഞാൻ പ്രൈവറ്റ് വീഡിയോസ് കുറച്ച് വരുന്നതായിരിക്കും. ഈ ഒരാഴ്ച പ്രൈവറ്റ് വീഡിയോസ് ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. വെയിറ്റ് ചെയ്യുക.